ഓക്കെ, അടുത്തത് വരുന്നത് പ്രോഫിറ്റ്സ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ പ്രോഫിറ്റ്സ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അക്കൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ എന്താണ്, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ജനുവരിയിലായിരിക്കും നമ്മൾ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്കിതിൻ്റെ ലൈസൻസും അതുപോലെ ഇൻകോർപ്പറേഷനൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ ഏപ്രിൽ 1 കിട്ടുന്നത് കേട്ടോ. നമ്മുടെ ഡിസംബർ വരെയാണ് നമ്മുടെ പീരീഡ് വരുന്നത്. സോ നമ്മുടെ എന്താണ് ഈ ജനുവരി ടു ഏപ്രിൽ വരെയുള്ള ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഓക്കെ, അപ്പോൾ 3 മാസം എന്ന് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷനും ഏപ്രിൽ 1 തൊട്ട് ഡിസംബർ 31 വരെയുള്ള ഈ 9 മന്ത്സ് എന്ന് പറയുന്ന ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലായിരിക്കും നമ്മൾ കാണുന്നത്. അതായത് ലൈസൻസ് കിട്ടുന്നത് ഏപ്രിലാണ് നമുക്ക് ലൈസൻസ് കിട്ടുക. അപ്പോൾ ലൈസൻസ് കിട്ടുന്നതിന് ശേഷമുള്ള 9 മാസവും ലൈസൻസ് കിട്ടുന്നതിനുള്ള 3 മാസവും അപ്പോൾ അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ്സ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് 1 ഓഗസ്റ്റ് 2017 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു, ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടി, രജിസ്റ്റേർഡ് കമ്പനി ആയത് 1 ഓഗസ്റ്റ് 2017 ഓക്കെ. ടു ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് മഹേഷ് ബ്രോസ് എന്ന് പറഞ്ഞ കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യാനാണ് എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 1 ഓഗസ്റ്റ് 2017 രജിസ്റ്റർ ആയത്. പക്ഷേ ഇവർ വന്നിട്ട് 1 മാർച്ച് 2017 തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് 1 മാർച്ച് 2017 തൊട്ട് മഹേഷ് ആൻഡ് ബ്രോസ് എന്ന് പറഞ്ഞ കമ്പനീനെ ഇവർ ഏറ്റെടുത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 മാർച്ച് 2017 തൊട്ട് ഇവർ റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഓഗസ്റ്റിലാണ് ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ 31 മാർച്ച് 2018 വരെയാണ് അവരുടെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് കണക്കാക്കുമ്പോൾ നമുക്ക് 13 മന്ത്സ് ആണ് വരുന്നത്. ഒരു വർഷത്തിൽ 13 മാസം വരും. മാർച്ച് തൊട്ട് അടുത്ത 31 മാർച്ച് വരെ 13 മാസമാണ് വരുന്നത്. സോ അത് നമുക്ക് അലൗ ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ 1 മാർച്ച് 2017 അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിനെ നമ്മൾ എന്താക്കും, 1 ഏപ്രിൽ എന്ന് പറഞ്ഞാക്കും. 1 ഏപ്രിൽ 2017 അവർ എന്ത് ചെയ്തു, എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ മഹേഷ് ആൻഡ് ബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തു. എന്നിട്ട് 1 ഓഗസ്റ്റ് 2017 ഇവർക്ക് ഇൻകോർപ്പറേഷൻ കിട്ടി. 31 മാർച്ച് 2018 ഇവരെന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയാക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെ, ഓക്കെ, അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഓക്കെ, അപ്പോൾ 4 മാസം. ആദ്യത്തെ 4 മാസം എന്ന് പറയുന്നത്, ഓക്കെ, ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് 1 വരെ 4 മാസവും, അത് ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെ 8 മാസവും. ഓക്കെ, ഇത് പ്രീ ഇൻകോർപ്പറേഷനും ഇത് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ എന്ന് പറയും കേട്ടോ. അതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ടൈം റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം റേഷ്യോ അനുസരിച്ച് എത്ര മന്ത് ഇതിനകത്ത് വരും എന്നുള്ളത്. അപ്പോൾ ടൈം റേഷ്യോ അനുസരിച്ച് നമുക്ക് 4:8 ആണ് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. 4:8 നമുക്ക് 1:2 എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, 4 മാസം, ആദ്യത്തെ 4 മാസം പ്രീ ഇൻകോർപ്പറേഷനും പിന്നുള്ളത് പോസ്റ്റ് ഇൻകോർപ്പറേഷനാണ് വരുന്നത് കേട്ടോ. 4 മാസവും ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് 8 മാസം. അപ്പോൾ ഇതിനകത്ത് എന്താണ് വരുന്ന കാര്യങ്ങൾ നമ്മൾ 4:8 എന്ന് പറയുന്ന സിംപ്ലിഫൈഡ് ഫോമായിട്ട് 1:2 റേഷ്യോയിൽ ടൈം റേഷ്യോ അനുസരിച്ച് വരുന്ന എല്ലാം ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ടോട്ടൽ സെയിൽ ഫോർ ദ ഇയർ എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഇപ്പോൾ ടോട്ടൽ സെയിൽ 2 ലക്ഷമാണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് 2 lakhs ആണ്. ഓക്കെ, അതിൽ 60,000 എന്ന് പറയുന്ന ആദ്യത്തെ 4 മാസത്തിൻ്റെ. അപ്പം ഈ 2 ലക്ഷത്തിൽ 40,000 രൂപയുടെ സെയിൽ എന്ന് പറയുന്ന ആദ്യത്തെ 4 മാസത്തെയാണ്. അപ്പോൾ ഈ 2 ലക്ഷത്തിൽ 40,000 രൂപ ആദ്യത്തെ 4 മാസത്തെ സെയിൽ വരുമ്പോൾ, ഓക്കെ, 2 ലക്ഷത്തിൽ 40,000 രൂപ ആദ്യത്തെ 4 മാസത്തെ സെയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി 1,60,000 രൂപ എന്ന് പറയുന്നത് എത്ര മാസത്തെ, ബാക്കിയുള്ള 8 മാസം ഇത് വരും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സെയിൽ റേഷ്യോ കണ്ടുപിടിക്കും. അപ്പോൾ സെയിൽ റേഷ്യോ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 4:16 എന്ന് പറയുന്ന ഇതിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 4:16 എന്ന് പറയുന്നത് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1:4 എന്ന് പറയുന്ന റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1:4 എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം ടൈം റേഷ്യോ എടുക്കുകയാണെങ്കിൽ 4:8, ഇപ്പോൾ 4 മന്ത്സ് പ്രയറും 8 മന്ത്സ് ആഫ്റ്ററും. അപ്പോൾ അതിനെ 4:8 എന്ന് കിട്ടും. അതിനെ 1:2 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. സെയിൽസ് റേഷ്യോ 40,000 എന്താണ് പ്രീയും 1,60,000 രൂപ പോസിറ്റീവാണ്. ഓക്കെ, ആഫ്റ്ററുമാണ്. അപ്പോൾ അതിനെ 4:16 എന്ന് പറഞ്ഞാൽ അതിന് സിംപ്ലിഫൈഡ് ഫോമായിട്ടുള്ള 1:4 എന്ന് പറഞ്ഞ് എഴുതും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം റവന്യൂ ആണ് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ഇതിൻ്റെ ഫോർമാറ്റ് കാണിക്കും. ഇപ്പോൾ ഫോർമാറ്റ് എന്ന് പറയുന്നത് P&L അക്കൗണ്ട്, വെറുതെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് ആദ്യം നമ്മൾ കാണിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റിൽ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് എഴുതും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്.
ഈ 1,20,000 ഏത് റേഷ്യോയിലാണ് നമ്മൾ ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടൈം റേഷ്യോയിൽ വരുന്നതാണോ സെയിൽസ് റേഷ്യോയിൽ വരുന്നതാണോ, സെയിൽസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ ടൈമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ എന്ന് നോക്കുക. അപ്പം എപ്പോഴും പ്രോഫിറ്റ് എന്ന് പറയുന്ന സെയിൽസ് വിറ്റാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. സോ ഇത് ഏത് റേഷ്യോയിൽ? സെയിൽസ് റേഷ്യോയിലാണ് കാണിക്കേണ്ട. 1:4 എന്ന് പറയുന്ന റേഷ്യോയിൽ കാണിക്കണം കേട്ടോ. അതാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഓക്കെ, അല്ല ഇവിടെ നമ്മൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമ്മളിവിടെ എടുത്തൽ മിസ്റ്റേക്ക് പറ്റി. 2,60,000 രൂപയാണേ, 40 അല്ല 60,000 രൂപ. 60,000 രൂപ പോസ്റ്റും മീൻസ് പ്രീയും അതുപോലെ തന്നെ ബാക്കി 1,40,000 വരുന്നത്. 1,40,000 വരുന്നത്. അപ്പോൾ റേഷ്യോയിൽ ചേഞ്ച് വരും, സെയിൽസ് റേഷ്യോയിൽ ചേഞ്ച് വരുവേ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലി എത്രയാണ് വരുന്നത്? 60,000 വരുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര? 1,40,000 ആണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 6:14 എന്ന് പറഞ്ഞെടുക്കാം. ഇപ്പോൾ 6:14, ഇപ്പോൾ 60,000 14, 6:14. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 സ്മോളർ ആക്കുമ്പോൾ 3:7 എന്ന് പറഞ്ഞാൽ നമുക്ക് റേഷ്യോ വരും. അപ്പോൾ ഇവിടെ സെയിൽസ് റേഷ്യോ 3:7 ആണേ. അപ്പോൾ സെയിൽസ് റേഷ്യോ എല്ലാം 3:7 വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ടൈം റേഷ്യോ എന്ന് പറയുന്നത്, ടൈം ചേഞ്ച് ഒന്നുമില്ല. ടൈം റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് തന്നെയാണ്. ആദ്യത്തെ 4 മാസവും ബാക്കിയുള്ള 8 മാസം അതിനെ നമ്മൾ 1:2 ആയിട്ട് എടുക്കും. സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് 60,000 1,40,000 ആണ്. ഞാനവിടെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ 1,40,000 അതിനെ നമ്മൾ 6:14 എന്ന് പറഞ്ഞാക്കും. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2 ഡിവൈഡഡ് ബൈ 2 പോകും. സോ 3:7 എന്ന് പറയുന്നതാണ് സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണിക്കും? ഗ്രോസ് പ്രോഫിറ്റ്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. സോ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കുന്നു. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. 1,20,000 ഏത് റേഷ്യോയിൽ? സെയിൽസ് റേഷ്യോ 3:7 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ ഇത് കിട്ടി. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പെൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ എക്സ്പെൻസ് ഇങ്ങനെ കാണിക്കുക. എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട്? സാലറി ഉണ്ട്, ദെൻ റെൻറ്റ്, ഇലക്ട്രിസിറ്റി, പിന്നെ ഡയറക്ടർ ഫീ ഉണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, ദെൻ ക്യാരേജ്, ഡിസ്കൗണ്ട്, സെയിൽസ്മാൻ കമ്മീഷൻ, റിപ്പയർ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പിന്നെ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ്, ബാഡ് ഡെറ്റ്സ്, മിസ്ലേനിയസ് എക്സ്പെൻസ്. ഇത്ര ഐറ്റംസാണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ എവിടെയൊക്കെ വരും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സാലറി എന്ന് പറയുന്നത് ടൈം റേഷ്യോ ആണ്. 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. റെൻ്റ് എന്ന് പറയുന്നതും ടൈം റേഷ്യോ ആണ് 1:2. ഇലക്ട്രിസിറ്റി 1:2. ഡയറക്ടർ എന്ന് പറയുന്നത് ആദ്യം മുതൽ ബിസിനസ് ഉള്ളതാണ്. സോ ഇവിടെ റേഷ്യോ കാണിക്കേണ്ടത് നമുക്ക് ആഫ്റ്റർ ഇൻകോർപ്പറേഷനിൽ അയാളുടെ എമൗണ്ട് എഴുതിയാൽ മതി. ഡയറക്ടർ, ഡിബെഞ്ചർ ഇൻട്രസ്റ്റ്, ഡിബെഞ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ആക്ച്വൽസിൽ കാണിച്ചാൽ മതി. അപ്പോൾ അത് ആഫ്റ്റർ ഇൻകോർപ്പറേഷനിൽ എമൗണ്ട് വരും. എന്ത് വരത്തില്ല? പ്രീയിൽ വരത്തില്ല, പ്രയർ ടു ഇൻകോർപ്പറേഷനിൽ വരത്തില്ല, ആഫ്റ്ററിൽ മാത്രം കാണിച്ചാൽ മതി. അതുപോലെ തന്നെ എന്താണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, അതും നമുക്ക് എന്താണ് ആഫ്റ്ററിൽ വരുന്നൊരു പരിപാടിയാണ് കേട്ടോ. ദെൻ ക്യാരേജ് എന്ന് പറയുന്നത് സെയിൽസ് റേഷ്യോയിലാണ്. ക്യാരേജ് എന്ന് പറയുന്നത് കടയിൽ ചെന്ന് സാധനം മേടിച്ചുകൊണ്ട് വരുന്ന പൈസയാണ്, അത് സെയിൽസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടും സെയിൽസിൽ വരുന്നതാണ്. സെയിൽസ്മാൻ സാലറി സെയിൽസിൽ വരുന്നതാണ്. ദെൻ റിപ്പയേഴ്സ്, അത് നമ്മുടെ ടൈം റേഷ്യോ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ടൈം റേഷ്യോ ആണ് കേട്ടോ. ദെൻ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ്, അതും ആക്ച്വൽസിലാണ് വരുന്നത്. എത്രയാണ് എമൗണ്ട് വരുന്നത്? ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് 1,400, അത് ആക്ച്വൽസിൽ കാണിച്ചാൽ മതി. ആക്ച്വലായിട്ട് വരുന്നതാണ് കേട്ടോ. അത് പ്രീ ആയിട്ടും ആഫ്റ്റർ ആയിട്ടും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ബാങ്ക് ചാർജസ് വരുന്നത് എന്താണ്? നമ്മുടെ മന്തിനാണ് വരുന്നത്, മീൻസ് ടൈം റേഷ്യോയിലാണ് വരുന്നത് ബാങ്ക് ചാർജസ്. ബാഡ് ഡെറ്റ്സ് വരുന്നത് സെയിൽസിലാണ്. കടം വരുന്നത് എപ്പോഴാണ്? നമ്മൾ സാധനം വിൽക്കുമ്പോഴാണ് നമുക്ക് കടം വരുന്നത്. പിന്നെ മിസ്ലേനിയസ് എക്സ്പെൻസ് വരുന്നത് ടൈം റേഷ്യോയിലാണ്. അപ്പോൾ നമ്മുടെ റേഷ്യോസിൽ നമ്മൾ എന്താണ് എമൗണ്ട് വീതിച്ച് കൊടുക്കുക. ദെൻ ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് അത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ എത്ര എന്നുള്ള കാര്യം കിട്ടും. നോക്കി, ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിതിനകത്ത് കണ്ടോ എമൗണ്ട്, സെയിൽസ്, ടൈം, അതിൻ്റെ റേഷ്യോയിൽ വീതിക്കുക, ടോട്ടൽ എടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്കിതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ്സ് പ്രയർ